ശ്രീ മഹാദേവി ഭാഗവതം 11-ാം അധ്യായം തുടർച്ച. ഇന്ദ്രൻ: ദുഃഖിക്ക വേണ്ട ഭവാനുടനെ ത്വത്കാന്തയാളെ വരുത്തുവൻ ഞാൻ. തെറ്റെന്നു ദൂതനെ വിട്ടു നോക്കാം, പറ്റിയില്ലെങ്കിലോ സേനയുമായി ചെന്നനായാസം പിടിച്ചു കണ്ടെത്തന്നിയാം താരയെ കൊണ്ടുപോരാം. സൂതൻ: ആശ്വാസവാക്യമീതോതി ഇന്ദ്രനാശുതൻ ദൂതനെ ചൊല്ലിവിട്ടാൻ. ചന്ദ്രന്റെ മന്ദിരം പൊക്കു ദൂതനിന്ദ്ര സന്ദേശം കഥിക്കയായി. സോമാ, ഭവാനെയൻ ചൊല്ലിലൂടെ ആ മഹേന്ദ്രൻ അറിയിക്കയാണു. നീ ചന്ദ്ര ധർമ്മജനത്രിപുത്രൻ നീചകർമ്മങ്ങളെ ചെയ്തൊടല്ല. ദാരസംരക്ഷണം ശക്തി പോലെ ആരും നടത്തുക തന്നെ വേണം. സ്വന്തജായ പരിരക്ഷണത്തിൽ സന്തതം നീതാൻ നിരതനല്ലേ. അപ്പോൾ ഗുരുവിനും തീർച്ചയായും തത്പത്നീ രക്ഷണം കാര്യമത്രേ. കണ്ണിനിണങ്ങിയ കാന്തി പെയ്യും പെണ്ണുങ്ങൾ 8-20 പേർ ദക്ഷന്റെ പുത്രികൾ ഭാര്യമാരായി നക്ഷത്രനാഥ നിനക്കുണ്ടല്ലോ. എന്തിനു പിന്നെ അസ്മത് ഗുരുവിൻ കാന്തയിൽ കാമമുണ്ടായി വന്നു? ഒട്ടുമേ നന്നല്ല താരയെ നീ വിട്ടുകൊടുക്കതാൻ വേണ്ടതിപ്പോൾ. കണ്ട പെണ്ണുങ്ങളിൽ ആശയെങ്കിൽ ഉണ്ടു വിൺവേശ്യകൾ മേനകാദ്യ. ഇച്ഛയ്ക്കിണങ്ങും വിധം അവരെ വച്ചു ഭോഗത്തെ ഭുജിച്ചുകൊള്ളുക. നീചകർമ്മങ്ങൾ ഭവാദൃശന്മാരാചരിച്ചിടുകിൽ അജ്ഞന്മാരും ആ വഴി പോകും. അതു നിമിത്തം പാവനം ധർമ്മമധപ്പതിക്കും. ആയതുകൊണ്ടു ബൃഹസ്പതി തൻ ഛായയെ വിട്ടുകൊടുക്ക വേഗം. ദേവന്മാർ നന്മകൾ ദേവന്മാർ നമ്മൾ തമ്മിൽ പിണങ്ങാൻ നീ വഴി കൂട്ടുക നല്ലതല്ല. ഇന്ദ്രസന്ദേശം ശ്രവിച്ച നേരം ചന്ദ്രൻ ചെറുതുകുപിതനായി സത്വരം സാരമായുള്ള വാക്യം ഇത്തരമോദിനാൻ ദൂതനോടായി. ചന്ദ്രൻ: ദേവന്മാർക്കെല്ലാം അധീശനാണങ്ങാവിധം മർമ്മമറിയുവോനും. അത്രയല്ലങ്ങേ ഗുരുവുമപ്പോൾ ബുദ്ധിയും രണ്ടാൾക്കുമൊപ്പമത്രേ. മറ്റുള്ളവർക്കുപദേശം ചെയ്യാൻ മുറ്റും പലർക്കും മിടുക്കുകൂടും. തന്നിലയ്ക്കായതൊന്നാചരിപ്പോർ നിർണയം കാണുകില്ലേറെയാരും. നമ്മളെല്ലാരും ബൃഹസ്പതിയാൽ നിർമ്മിതം ശാസ്ത്രമനുസരിപ്പോർ. സ്പഷ്ടമായി ചൊല്ലിയിട്ടുണ്ടതിങ്കലിഷ്ടമിങ്ങോട്ടു കാണിക്കുവോളെ. ശ്രേഷ്ഠത കൂടുന്ന പുരുഷന്മാർ വിട്ടുകളകിലധർമ്മമെന്നായി. സ്ത്രീ തൻ്റെതെന്നും പരൻ്റെതെന്നും ദ്വൈതമിതജ്ഞാനമൂലമല്ലോ. എങ്കലെന്നോണം താരയ്ക്കു ഗുരുവിങ്കൽ അനുരാഗമില്ല നൂനം. അമ്മടവാരെ തിരസ്കരിക്ക ധർമ്മവും നീതിയുമാകയില്ല. മുൻപു സഹജന്റെ ഭക്തിയാളിൽ വൻപ്രിയം വച്ചതു കാരണത്താൽ തന്നാഥനായ ബൃഹസ്പതിയെ അന്നേ വെറുത്തു കളഞ്ഞു താര. പ്രേമം നിറഞ്ഞു തുളുമ്പി നിൽക്കും വാമയെ വേണ്ടേ വധൂകരിക്കാൻ. അല്ലാത്ത പെണ്ണിനെ ഭാര്യയാക്കാൻ കൊള്ളരുതെന്നാർക്കറിഞ്ഞുകൂടാ. താരയെ ഞാനതുകൊണ്ടു ദൂതാ തീരെ വെടികില്ല തീർത്തു ചൊല്ലാം.
ഈ എന്ന അഭിമതമേവമെല്ലാം നീ ഇന്ദ്രനോടു ചെന്നോതിയാലും. ചന്ദ്രൻ പറഞ്ഞ പോലൊക്കെയും വച്ചിന്ദ്രനോടായറിയിച്ചു ദൂതൻ. ആ വാക്കു കേട്ടൊരു ശാന്തനായി ദേവാദിരാജൻ പടയൊരുക്കി. നിർജ്ജരാചാര്യനുത ഉദവി ചെയ്യുവാൻ സജ്ജനായ കഥ കേട്ടു ശുക്രൻ. ഗീഷ്പതിയിൽ താനിയെന്ന വൈര്യം തീർപ്പതിനായി തിടുക്കമോടെ ചെന്നോഷധീശനോടോതി ചന്ദ്ര, ഇന്നു കൊടുക്കേണ്ട താരയെ നീ വന്നു സുരാധിപനങ്കമിട്ടാൽ നിന്നെ ഞാൻ നിന്നു തുണച്ചുകൊള്ളാം. മാമകാധീനമാം മന്ത്രശക്തി സോമ ജഗത്തിൽ പ്രസിദ്ധമല്ലോ. ഇക്കാര്യമെല്ലാം അറിഞ്ഞു ദേവൻ മുക്കണ്ണൻ ഇന്ദ്രനു കൂട്ടുനിന്നാൻ. ദേവാസുരന്മാരെടുത്തു തമ്മിൽ പോർവാശിയോടും തുടങ്ങി. പിന്നെ നീണ്ടു നിന്ന കൊടുമ്പോരനേകമാണ്ടുകളെപ്പോഴേക്കബ്ജവാസൻ വെക്കമണഞ്ഞോതി ചന്ദ്രനോടു, മൈക്കണ്ണിതാരയെ കൈവിടൂ നീ, അല്ലെങ്കിൽ വിഷ്ണുവെ കൊണ്ടു നിന്നെ കൊല്ലിക്കുമേ ഞാൻ, വികൽപ്പമില്ല. സ്ത്രീവിഷയാസക്തി കൊണ്ടുതാനോ നീ വിധോ ഹന്തദുർബുദ്ധിയായി. പിന്നെ അസുരഗുരുവിനെയും ഒന്നായ വണ്ണം പറഞ്ഞടക്കി. ശുക്രനുമപ്പോൾ മൃഗാംഗനോടായി അക്കാതരാക്ഷിയെ കൈവെടന്നാൻ. വാക്കതു കേട്ടുടൻ ഗർഭിണിയാം ചേൽക്കണ്ണിതാരയെ വിട്ടു ചന്ദ്രൻ. തയ്യോമൽ പെൺമണികാന്തയെയും കയ്യേറ്റു പത്തനംപൂകി ജീവൻ. പോരു നിർത്തിയ ദേവദൈത്യന്മാരും പിരിഞ്ഞു മറഞ്ഞജനും ഒട്ടുനാൾ ചെന്നു താരയ്ക്കു ഗർഭം മുറ്റി നല്ലൊരു ശുഭദിനത്തിൽ. കാറ്റവാർ വേണിയൊരു സുതനെ പെറ്റു ചന്ദ്രന്റെ വടിവിലായി. പുത്രനെ കണ്ടു ബൃഹസ്പതിയും എത്രയും മോദഭരിതനായി. ജാതകർമാധികാര്യങ്ങളെല്ലാം ജാതകൗതൂഹലം ചെയ്തുടനെ വർത്തമാനമറിഞ്ഞു ചന്ദ്രൻ ദേവഗുരുവിനടുക്കലേക്കായി. വിട്ടൊരു ദൂതനെ താര പെറ്റ കുട്ടിയെ ഇങ്ങു കൊടുത്തയപ്പാൻ. ദൂതനങ്ങെത്തിയ അവസ്ഥയെല്ലാം ആദരാൽ കേൾപ്പിച്ചു ജീവനപ്പോൾ. എൻ പുത്രനാണിവൻ, ഞാൻ തരില്ലെന്നൻപറ്റു ദൂതനെ പിന്മടക്കി. നന്ദനൻ എന്റേതാണെന്ന് അന്നു തൊട്ടിന്ദുവും വ്യാഴനുമായി സ്ഫീതമാത്സര്യം പിടിച്ചു നിന്ന പൈതലെ ചൊല്ലിപ്പിണക്കമായി. ചൊല്ലുന്നതെന്തിനൊടുക്കമൊരു മല്ലിന്നു പിന്നെയും മാർഗമിട്ടു സന്നദ്ധരായി സുരാസുരന്മാർ വന്നെത്തി തമ്മിൽ പടപൊരുതാൻ. യുദ്ധകോലാഹലം കേട്ടറിഞ്ഞു തത്ര ചതുർമുഖൻ താനുമെത്തി വൻപട വെട്ടാൻ കൊതിച്ചു നിൽക്കും മുമ്പരെയും. ദാനവന്മാരെയും അമ്പു കലർന്നു വിലക്കിയിട്ട തമ്പുരാൻ താരയെ നീതയാക്കി. ചോദിച്ചവളോടടക്കമായി പൈതലിൻ സത്യജനകനാരാ. നാണം കുണുങ്ങിയ തന്നിതല്ലേ താണമുഖത്തോടെ ചന്ദ്രനെന്നു ഉത്തരമവ്യക്തമോദി. പിന്നെ സത്വരമന്തപുരമണഞ്ഞാൾ. ചന്ദനം ചാരത്തു ചെന്നുകൊണ്ടാ നന്ദനൻ തന്നെ എടുത്തുപോയാൻ. കുട്ടിക്കുടൻ ബുധനെന്നു പേരുമിട്ടു ഗേഹത്തിൽ സുഖിച്ചിരുന്നു. ബ്രഹ്മാവും ഇന്ദ്രാദ്യരും സമരം കാൺമതിനെത്തിയോരും പിരിഞ്ഞാർ. ഇങ്ങനെ ഞാൻ ബുധോൽപ്പത്തി ചൊന്നേൻ അങ്ങു
വ്യാസൻ ചൊല്ലിക്കേട്ടവണ്ണം. ബുധോൽപ്പത്തി 11-ാം അധ്യായം കഴിഞ്ഞു.